അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ കമ്മിങ് ഓഫ് സോഷ്യലിസം ടു യൂറോപ്പ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് സോഷ്യലിസത്തിന്റെ കടന്നുവരവോടെ യൂറോപ്പിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മക്കളെ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബൈ ദ മിഡ് 19th century ഇൻ യൂറോപ്പ്, 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് യൂറോപ്പിൽ വന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. Socialism was a well-known body of ideas that attracted widespread attention. എന്ന് വെച്ചാൽ ഈ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയാസ്, കോൺസെപ്റ്റ് അല്ലെ ആളുകളെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സോഷ്യലിസം, എന്താണ് ഈ സോഷ്യലിസ്റ്റ് ഐഡിയാസ്, എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ മക്കളെ. ഓക്കെ, Socialists were against the private property and saw it as a root of all social ills of the time. എന്താണ് ഈ സോഷ്യലിസ്റ്റുകള് മെയിൻ ആയിട്ട് എന്തിനെതിരാണ് എന്നാണ് പറയുന്നത് മക്കളെ. They were against in the പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ ഒരു ഇൻഡസ്ട്രിയൽ ടൗൺസിനെതിരെ, ഇൻഡസ്ട്രീസിനെതിരെ, അവിടെയുള്ള ഓണേഴ്സിനെതിരെ ആണ് അവർ പ്രവർത്തിച്ചത്. ഓക്കെ, ഈ ഒരു ഫാക്ടറീസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള വേർതിരിവുകൾ വരുന്നത്, പലതരത്തിലുള്ള അഴിമതികൾ വരുന്നത് എന്നാണ് ആര് പറയുന്നത് മക്കളെ. ഇറ്റ് ഈസ് അവർ സോഷ്യലിസ്റ്റ് അല്ലെ. Individuals owned the property that gave employment, but the property were concentrated only with the personal gain. എന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വൽസ് ഓരോരുത്തരില്ല പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ ഇൻഡിവിജ്വൽസ് ഫാക്ടറീസ് ഫോം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അത് അവിടെയുള്ള ജനതകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണോ, ജനതകളെ മെയിൻ ആയിട്ട് എയിം ചെയ്തുകൊണ്ടാണോ അവർ അവിടെ വർക്ക് അല്ലെ വലിയ വലിയ ഇൻഡസ്ട്രീസ് തുടങ്ങുന്നത്? അല്ല അല്ലെ. അവരുടെ പേഴ്സണൽ ഗെയിൻ, അവരുടെ സ്വന്തമായിട്ടുള്ള പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് ആണ് ആര് പറയുന്നത്, സോഷ്യലിസ്റ്റ് പറയുന്നത്. ആൻഡ് നോട്ട് ഫോർ ദ വെൽഫെയർ ഓഫ് ദോസ് ഹൂ ഹാവ് മെയ്ഡ് ദ പ്രോപ്പർട്ടി പ്രൊഡക്റ്റീവ്. അവിടെ ഇൻഡസ്ട്രീസിൽ അല്ലെ, പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ലാഭമോ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അത് മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ആർക്ക് മാത്രമാണ്, അവിടെയുള്ള ഫാക്ടറി ഓണേഴ്സിന് മാത്രമാണെന്നാണ് സോഷ്യലിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ബൈ ദ മിഡ് 19th century in Europe, socialism was a well-known body of idea that attracted widespread attention എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ എന്താണ്, സോഷ്യലിസ്റ്റ് വെയർ അഗെയിൻസ്റ്റ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. ആൻഡ് ദേ സോ ഇറ്റ് ആസ് ദ റൂട്ട് ഓഫ് ഓൾ സോഷ്യൽ ഈവിൾസ് അറ്റ് ദാറ്റ് time. And third point, individuals on the property that gave employment അല്ലെ. എന്ന് വെച്ചാൽ കുറെ പേർക്ക് പണി കൊടുത്തെങ്കിലും ആർക്ക് വേണ്ടിയിട്ടാണ്, അത് അവിടെയുള്ള ഓണേഴ്സിന് മാത്രമേ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ അവിടെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള വികസനമോ ഒരു തരത്തിലുള്ള ഇംപ്രൂവ്മെന്റോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് സോഷ്യലിസ്റ്റുകൾ പറയുന്നത്. So if society has a world rather than a single individual's controlled property, more attention would be paid to collectivity social interest. അല്ലെ, അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് സൊസൈറ്റി മൊത്തത്തിലായിട്ട് അല്ലെ, സൊസൈറ്റി എല്ലാവരും കൂട്ടായിട്ട് അല്ലെ, ഓരോ സിംഗിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യാതെ എല്ലാവരും കളക്റ്റീവ് ആയിട്ടുള്ള ഇതില് സോഷ്യൽ ഇൻട്രസ്റ്റില് അവര് ഇടപെടുകയാണെങ്കിൽ അത് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നാണ് പറഞ്ഞത് അല്ലെ. സോഷ്യലിസ്റ്റുകൾക്ക് ഭാവി കാര്യങ്ങളെ കുറിച്ച് വളരെ തരത്തിലുള്ള ലക്ഷ്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും കളക്റ്റീവ് ആയിട്ടുള്ള സാമൂഹിക ഇൻട്രസ്റ്റിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതായിരുന്നു ഈ സോഷ്യലിസ്റ്റുകളുടെ എയിം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഫസ്റ്റ് വൺ, റോബർട്ട് ഓവൻ 1771 to 1858 ആണ് അദ്ദേഹത്തിന്റെ ടൈം ലൈൻ. ഓക്കെ, എ ലീഡിംഗ് ഇംഗ്ലീഷ് മാനുഫാക്ചറർ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറർ ആണ് ആര്, റോബർട്ട് ഓവൻ. Okay, sought to build
a cooperative community that called New Harmony in Indiana. അല്ലെ എന്ന് വെച്ചാല് ഇവിടെ ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്നു. ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്ന മാനുഫാക്ചറർ. ഓക്കെ, എന്തുകൊണ്ടുവന്നു എന്നാണ് പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി, എല്ലാവരും കൂട്ടായിട്ട് ഒരു ഹാർമണി, അവിടെ ഒരു യൂണിറ്റ്, കൂട്ടായ്മ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റോബർട്ട് ഓവൻ അവിടെ ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. എവിടെ? USA ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ത്യാന എന്ന സ്ഥലത്ത് ഹി ഫോംഡ് എ കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി കോൾഡ് ന്യൂ ഹാർമണി. അല്ലെ, കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്ത് പേരിലാണ്? ന്യൂ ഹാർമണി എന്ന പേരിലാണ് അത് എവിടെ ഫോം ചെയ്തത്? USA ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ എന്താണ്? സൊസൈറ്റി ഹാസ് എ വേൾഡ് റാദർ ദാൻ സിംഗിൾ ഇൻഡിവിജ്വൽസ് കൺട്രോൾഡ് പ്രോപ്പർട്ടി. അല്ലെ, മോർ അറ്റൻഷൻ വുഡ് ബി പെയ്ഡ് ടു കളക്റ്റീവ് സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. സോഷ്യലിസ്റ്റ് ഹാഡ് ഡിഫറെന്റ് വിഷൻസ് ഓഫ് ഫ്യൂച്ചർ. അല്ലെ, റോബർട്ട് ഓവൻ, എ ലഡിംഗ് ഇംഗ്ലീഷ് മാനുഫാക്ചറർ, sought to build a cooperative community. ആ കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റിയുടെ പേരെന്തായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ന്യൂ ഹാർമണി. ഇൻ ഏതാണ്? അവിടെ ഏത് ലൊക്കേഷനിലാണ് അവർ ന്യൂ ഹാർമണി എന്ന് പറയുന്ന കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി റോബർട്ട് ഓവൻ ഫോം ചെയ്തത്? ഇറ്റ് ഈസ് ഇൻ USA ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ അതർ സോഷ്യലിസ്റ്റ് felt that cooperatives could not be built on a wide scale only through individual initiative. അപ്പൊ ഈ സോഷ്യലിസ്റ്റുകള് ഈ കോപ്പറേറ്റീവ് എന്നുള്ള അവരുടെ ആ ന്യൂ ഹാർമണി ആ ഒരു കോൺസെപ്റ്റിനെതിരെ സോഷ്യലിസ്റ്റുകൾ വന്നു. അല്ലെ, എന്ന് വെച്ചാല് ആ മെയിൻ ആയിട്ട് ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവിലൂടെ എന്ന് വെച്ചാൽ നോട്ട് ബി ബിൽറ്റ് ഓൺ വൈഡ് സ്കെയിൽ ഓൺലി ത്രൂ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവിലൂടെ മാത്രം ഈ ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പാടില്ല എന്നതിനെതിരെയായിരുന്നു. ദേ ഡിമാൻഡഡ് ദാറ്റ് ഗവൺമെന്റ് എൻകറേജ് കോപ്പറേറ്റീവ്സ്. Okay, other socialists felt that cooperatives could not be built on a wide scale only through individual initiative. എന്ന് വെച്ചാല് ഇവര് പറഞ്ഞത്, സോഷ്യലിസ്റ്റുകൾ പറഞ്ഞത് കോപ്പറേറ്റീവ്സ് കുഡ് നോട്ട് ബി ബിൽറ്റ്, അല്ലെ, എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വൈഡ് സ്കെയിലായിട്ട് അവിടെ ഫുള്ള് മൊത്തത്തിൽ ആ ഒരു കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെ, ഓൺലി ത്രൂ ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൊണ്ടുവരുന്ന ഇനീഷ്യേറ്റീവിന് മാത്രമേ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. കളക്റ്റീവായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. They demanded that government encourage cooperatives. അല്ലെ, അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഈ സർക്കാർ എൻകറേജ് ചെയ്യണം ആരെ? ഈ കോപ്പറേറ്റീവ്സിനെ എന്നാണ് പറയുന്നത്. ഓക്കെ, in France for instance, Louis Blanc 1813 to 1882 ആണ് ലൂയിസ് ബ്ലാങ്കിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. wanted the government to encourage cooperatives and replace the capitalist enterprises. ഫ്രാൻസില് ഫോർ എക്സാമ്പിൾ ലൂയിസ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് പറഞ്ഞു? ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ കോപ്പറേറ്റീവ്സിനെ എൻകറേജ് ചെയ്തുകൊണ്ടായിരിക്കണം. എന്നിട്ട് എന്തിനെ റീപ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്? അല്ലെ, ഇൻഡിവിജ്വൽ ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ട് ഗവൺമെന്റ് എന്തായി മാറണം? ഗവൺമെന്റ് എന്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്? ഈ കോപ്പറേറ്റീവ്സിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലെ, ഈ ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി. അല്ലെ, ഈ ഒരു ഗവൺമെന്റ് എന്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്? കോപ്പറേറ്റീവ്സിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഏത് കൺട്രിയിലാണ്? ഫ്രാൻസിലാണ്. അല്ലെ, ഏത് വ്യക്തിയായിരുന്നു ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്? ലൂയിസ് ബ്ലാങ്ക് ആണ്. അല്ലെ, ഓക്കെ. ആൻഡ് ദിസ് കോപ്പറേറ്റീവ്സ് വേർ to be, these cooperatives were to be associations of people who produced goods together
and divided the profits according to the work done by members എന്നാ പറയുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദ പീപ്പിൾ ഹു പ്രൊഡ്യൂസ് ഗുഡ്സ് ടുഗദർ, ഇല്ലേ, എല്ലാവരും കൂട്ടായ്മയിലൂടെയാണ് ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാവല്ലോ, അത് ആ കൂട്ടായ്മയിൽ തന്നെ ഓരോരുത്തർക്കും ആരൊക്കെ അതിനനുസരിച്ച് പണിയെടുത്തു, ആ പണി അനുസരിച്ച് ആ ഒരു ഇതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പൈസയും അവർക്ക് ഈക്വൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ലെ. കോപ്പറേറ്റീവ്സിന്റെ ഇടയിൽ കുറെ ഗ്രൂപ്പായിട്ടുള്ള ആളുകളായിരിക്കും പണിയെടുക്കുക. അപ്പൊ ഓരോരുത്തരും അവരവർ എടുത്ത പണിക്കനുസരിച്ച് ഈക്വൽ ആയിട്ടുള്ള ഷെയർ ഓരോരുത്തർക്കും നൽകണം എന്നാണ് കോപ്പറേറ്റീവ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു socialists felt that cooperatives could not be built on a wide scale only through ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ് അല്ലെ. എന്ന് വെച്ചാൽ അത് സോഷ്യലിസ്റ്റ് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ്സിനെ ഒരാള് മാത്രമായിട്ട് ഇതാക്കാൻ പറ്റില്ല അല്ലെ. ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് മാത്രം ഒപ്പീനിയൻ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇൻഡിവിജ്വൽ ആയിട്ട് എന്ന് വെച്ചാൽ ഓരോ ആളുകളായിരിക്കും, ലീഡേഴ്സ് ആയിരിക്കും ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ഇതിനെതിരെ പറഞ്ഞത് അല്ലെ. റോബർട്ട് ഓവൻ എന്ന മാനുഫാക്ചറർ ആണ് പറഞ്ഞത് കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി ഷുഡ് ബി ഫോംഡ്. ആ ഒരു ആള് മാത്രം വിചാരിച്ച ആ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഫോം ചെയ്യാൻ പറ്റുമോ ആ ഒരു കൺട്രിയിൽ? ഇല്ല അല്ലെ. അതിനെന്ത് വേണം, ഗവൺമെന്റ് എൻകറേജ് ചെയ്യണം ഈ ആ ഒരു കോപ്പറേറ്റീവിനെ അല്ലെ. സർക്കാർ അതിനെ എൻകറേജ് ചെയ്യണം അല്ലെ മക്കളെ. അപ്പോ ഫ്രാൻസില് ലൂയിസ് ബ്ലാങ്ക് എന്ത് ചെയ്തു, അവിടെയുള്ള ഗവൺമെന്റിനെ വാണ്ടഡ് ദി ഗവൺമെന്റ് ടു എൻകറേജ്. ലൂയിസ് ബ്ലാങ്ക് എന്ന ആള് എന്ത് ചെയ്തു, അവിടെയുള്ള സർക്കാർ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം ഈ ഒരു ഗവൺമെന്റ് കോപ്പറേറ്റീവ്സിനെ. എന്നിട്ട് എന്തിനെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത്, ഈ ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസിനെ ഇല്ലാതാക്കി ഈ ഒരു കോപ്പറേറ്റീവ്സിനെ ഗവൺമെന്റ് എൻകറേജ് ചെയ്യണമെന്ന് ആരാണ് പറഞ്ഞത്? ലൂയിസ് ബ്ലാങ്ക് ആണ് പറഞ്ഞത് അല്ലെ. ഏത് കൺട്രി? ഇറ്റ് ഈസ് ഇൻ ഫ്രാൻസിൽ അല്ലെ. ഓക്കെ, This cooperatives were to be association of people. Cooperatives എന്ന് പറയുന്നത് എന്താണ്? ഒരു അസോസിയേഷൻ ഓഫ് പീപ്പിൾ ആണ്, ഒരു കൂട്ടമായിട്ടുള്ള ആളുകൾ ഫോം ചെയ്യുന്നതാണ് അല്ലെ. കൂട്ടായിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെ, അവർ ഉണ്ടാക്കുന്ന ഗുഡ്സ് അനുസരിച്ച് തന്നെ ഓരോരുത്തർക്കും ഈക്വൽ ആയിട്ടുള്ള ഷെയർ അല്ലെ കൊടുക്കണം എന്നുമാണ് ഈ കോപ്പറേറ്റീവ്സിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, Karl Marx's timeline 1818 to 1883 and Friedrich Engels 1820 to 1895 added other ideas to this body of arguments അല്ലെ. ഈ ഒരു കോപ്പറേറ്റീവ് കോൺസെപ്റ്റിന് കുറച്ച് ഐഡിയാസ് ആരൊക്കെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്? കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിച്ച് ഏഞ്ചൽസ് കൊണ്ടുവന്നു എന്നാണ്. അവർക്കും അവരുടേതായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. And Marx argued that industrial society was capitalist അല്ലെ. മാർക്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മാർക്സ് ഒക്കെ സോഷ്യലിസ്റ്റ് ആണ് നമുക്കറിയാലോ അല്ലെ. അപ്പൊ എന്താണ് ഈ മാർക്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു പ്രോഫിറ്റിന് അടിസ്ഥാനമാക്കിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള ഓണേഴ്സിന്റെ പ്രോഫിറ്റ് മാത്രം ഗെയിൻ ചെയ്യണമെന്നാണ് അവരുടെ ലക്ഷ്യം എന്നാണ് കാൾ മാർക്സിന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെ. Okay, capitalist on the capital invested in factories. ഈ ക്യാപിറ്റൽസിന്റെ കൈമേൽ മാത്രം ഒതുങ്ങുന്ന പ്രോഫിറ്റ് ആണ്, അത് എവിടെ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അവിടെ ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത തൊഴിലാളികൾക്കിടയിൽ ആ ഒരു എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഗുഡ്സിന്റെ പ്രോഫിറ്റ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് കാൾ മാർക്സിന്റെ കോൺസെപ്റ്റ്. And the profit of capitalist was produced by workers അല്ലെ. ആ ഒരു ഫാക്ടറി ഓണേഴ്സ് എന്താണ് മറന്നു പോകുന്നത് അല്ലെ, ആ ഒരു ഗുഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തത് അവിടുത്തെ വർക്കേഴ്സ് ആണ് അല്ലെ, അല്ലാതെ ഈ ക്യാപിറ്റലിസ്റ്റ് അല്ല. പക്ഷേ അവര് ജോലി ചെയ്ത് സമ്പാദിച്ച അല്ലെ ആ ഒരു ക്യാപിറ്റൽ അല്ലെ, അവരുടേതായിട്ടുള്ള ആ ഓണേഴ്സ് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് അല്ലെ, അവർ ആ ഫാക്ടറീസ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് എന്ത് സംഭവിച്ചാലും അവര് ഈ വൃത്തിഹീനമായ സ്ഥലങ്ങൾ അല്ലെ, ആ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ അവർ വർക്ക് ചെയ്യുന്നു. ഫിക്സഡ് ആയിട്ടുള്ള വേജസ് ഇല്ലാതെ, ഫിക്സഡ് ആയിട്ടുള്ള ഹവേഴ്സിൽ അവര് വർക്ക് ചെയ്യാതെ കുറെ നേരം അല്ലെ, കുറെ മണിക്കൂറുകളായിട്ട് വർക്ക് ചെയ്യുന്ന അവർക്കൊരു വാല്യൂ നൽകാതെയാണ് അവിടെ എന്ത് ക്യാപിറ്റലിസ്റ്റ് അത്രയും അവരെ രൂക്ഷമായിട്ട് അല്ലെ
അവർ കാണുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഓൺ ദ capitalist investment in factories and the profit of capitalist was produced by workers. ആ ഒരു കാര്യമാണ് ക്യാപിറ്റലിസ്റ്റ് മറന്നു പോകുന്നത്. വർക്കേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവിടെ ഗുഡ്സ് ഉണ്ടാവുള്ളൂ. എന്നിട്ടും ഈ ക്യാപിറ്റലിസ്റ്റ് അവരുടെ പേഴ്സണൽ ഗെയിന് മാത്രമാണ് ആ ഒരു ഇൻഡസ്ട്രി അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത് അല്ലെ. അതിനെതിരെയാണ് ആര്? കാൾ മാർക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. The conditions of workers could not be improved as long as this profit was accumulated by private capitalists. ല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഫാക്ടറിയിൽ ആ ഒരു വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഒരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും. അവർ പണിയെടുക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത്ര വൃത്തിയില്ലാത്ത ഒരു സ്ഥലമായിരിക്കും അല്ലെ ആ ഒരു കാലഘട്ടത്ത്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഹവേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഇവർക്ക് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓണേഴ്സിന് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അവർക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക, അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. അവിടെയുള്ള വർക്കേഴ്സ് അഥവാ മരണപ്പെട്ടാലും ആ ഒരു വർക്കിനിടയിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും അവർ മൈൻഡ് ചെയ്യില്ല. അവർക്ക് എങ്ങനെങ്കിലും പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. Workers had to overthrow capitalism and the rule of private property. ഈ കാൾ മാർക്സ് പറയുന്നത് എന്താണ്? വർക്കേഴ്സ് ഒഴിവാക്കണം? ഈ ഒരു ക്യാപിറ്റലിസത്തിനെ ഒഴിവാക്കണം. ആൻഡ് റൂൾ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കെതിരെ അവർ വരണം എന്നാണ് പറയുന്നത്. മാർക്സ് believed that to free themselves from capitalist exploitation, അവരോട് പൊരുതാൻ വേണ്ടിയിട്ടാണ് ല്ലേ ഒരു വിപ്ലവം, ല്ലേ വിപ്ലവത്തിന് വേണ്ടി എല്ലാവരും കൂട്ടായിട്ട് അവർക്കെതിരെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് കാൾ മാർക്സ് എന്ന ആളുടെ വരവ് ല്ലേ. ആൻഡ് വർക്കേഴ്സ് had to construct a radically socialist society. ഈ ഒരു ഫാക്ടറി വർക്കേഴ്സിന്റെ ഒരു എന്താ പറയാ എക്സ്പ്ലോയിറ്റേഷനും ഇല്ലാതെ ഒരു ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതാൻ വേണ്ടിയിട്ടാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് ഈ വർക്കേഴ്സിനോട് പറയുന്നത് അല്ലെ മക്കളെ. ഓക്കെ, where all property was socially controlled. എല്ലാവർക്കും ആ ഒരു പ്രോപ്പർട്ടിക്ക് മേലെ ഈക്വൽ ഷെയർ ആയിട്ടുള്ള സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നാണ് കാൾ മാർക്സ് ഈ ജനതകളോട് ആഹ്വാനം ചെയ്ത് പറയുന്നത് അല്ലെ. ദിസ് വുഡ് ബി എ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആയിട്ട് അവിടെ ഫോം ചെയ്യണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങൾ അല്ലെ. അതുപോലെ തന്നെ ഫാക്ടറി ഈക്വൽ ആയിട്ടുള്ള വേജസ് മെന്നിനും വിമനും ഒക്കെ കൊടുക്കുക അല്ലെ. ആൻഡ് അവോയ്ഡ് സച്ച് ടൈപ്പ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് വർക്കേഴ്സ് അല്ലെ. അവിടെയുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന പീഡനങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഫോം ചെയ്തു? കാൾ മാർക്സിന്റെ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഫോം ചെയ്തു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ? The condition of workers could not be improved as long as it was accumulated by private capitalists. And next one, workers had to overthrow the capitalism and the rule of private property. And third one, Marx believed that to free themselves, Marxന്റെ aim ആണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? To free themselves from the capitalist exploitation അല്ലെ. പിന്നെന്താ പറഞ്ഞ മക്കളെ? And workers had to construct a radically socialist society and all property was socially controlled. And this would be a communist society. ഇതൊക്കെയാണ് കാൾ മാർക്സിന്റെ ഐഡിയൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഐഡിയൽ സൊസൈറ്റിക്ക് വേണ്ടി ആളുകളെ പോരാടാൻ വേണ്ടി അല്ലെ അവരെ ഇതാക്കിയ ആളായിരുന്നു എന്ന് ആരായിരുന്നു ആ ഒരു ആള്? ഇറ്റ് ഈസ് കാൾ മാർക്സ് അല്ലെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സപ്പോർട്ട് ഫോർ സോഷ്യലിസം അല്ലെ. സോഷ്യലിസത്തിന്റെ മെയിൻ എയിം എന്തായിരുന്നു? എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഓക്കെ, ബൈ ദ 1870s സോഷ്യലിസ്റ്റ് ഐഡിയ സ്പ്രെഡ് ത്രൂ യൂറോപ്പ്. എല്ലാ യൂറോപ്യൻ റീജിയൻസിലും 1870 അല്ലെ. ആ 1870 ആ ഒരു വർഷത്ത് സോഷ്യലിസ്റ്റ് ഐഡിയാസ് എല്ലാ സ്ഥലത്തും പരന്നു കഴിഞ്ഞിരുന്നു അല്ലെ മക്കളെ. അവരുടെ എയിം എന്താണ്? ടു കോർഡിനേറ്റ് their effort. Socialist formed an international body, namely the Second International.
എന്ന് വെച്ചാൽ അവരുടെ എഫേർട്ടിനനുസരിച്ച് എന്ത് ഫോം ചെയ്തു, ഒരു ഇന്റർനാഷണൽ ബോഡി ഫോം ചെയ്തു. ആ ഒരു ഓർഗനൈസേഷന്റെ പേരാണ് സെക്കൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇന്റർനാഷണൽ. ഓക്കെ. വർക്കേഴ്സ് ഇൻ ഇംഗ്ലണ്ട്, ജർമ്മനി ബിഗെയിൻ ഫോമിങ് അസോസിയേഷൻസ് അല്ലെ. എന്ന് വെച്ചാല് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഉള്ള തൊഴിലാളികൾ ഒരു അസോസിയേഷൻസ് ഫോം ചെയ്തു, കൂട്ടായിട്ട് നിന്നിട്ട് അവര് എന്തിന് എതിരെ ഫൈറ്റ് ചെയ്തു എന്നാ പറയുന്നത്? ഫൈറ്റ് ഫോർ ബെറ്റർ ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അവർക്ക് നല്ല രീതിയിൽ അവിടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസിൽ അവർ പണി ചെയ്യുന്ന അവിടെയുള്ള അവസ്ഥ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഫൈറ്റ് ചെയ്തു. അതിനുവേണ്ടി അവരൊരു അസോസിയേഷൻസ് ഫോം ചെയ്തു. ഈ സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ആണ് ഇവരെ മുൻപന്തിയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? By the 1870s, socialist ideas spread throughout the Europe എന്ന് പറയുന്നു. To coordinate their effort എന്ന് വെച്ചാൽ ഈ ആളുകളെ മുൻപന്തിയിലേക്ക് നയിച്ചത് അവിടെയുള്ള സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ആണ്. അപ്പോ അവിടെ ഒരു ഓർഗനൈസേഷൻ അവർ ഫോം ചെയ്തു. അതിന്റെ പേരാണ് സെക്കൻഡ് ഇന്റർനാഷണൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ യൂറോപ്പിലെ പല കൺട്രീസ് ആയ ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഈ വർക്കേഴ്സ് എന്ത് ഫോം ചെയ്തു? അസോസിയേഷൻസ് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫൈറ്റ് ഫോർ ദ ബെറ്റർ ലിവിങ് ആൻഡ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദിയർ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്ന പോയിന്റ്സ്. ദെൻ ആൻഡ് ദേ സെറ്റ് അപ്പ് ഫണ്ട്സ് ടു ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ ടൈംസ് ഓഫ് distress and demanded a reduction of working hours and the right to vote. പിന്നെ ഈ സോഷ്യലിസ്റ്റ് ഐഡിയൽസ് വേറെ എന്തൊക്കെയാ നോക്കിയാലോ നമുക്ക്. ദ സെറ്റ് അപ്പ് ഫണ്ട് ടു ഹെൽപ്പ് മെമ്പേഴ്സ്. അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ചില മെമ്പേഴ്സ് ഇല്ലേ, എന്ന് വെച്ചാൽ അവിടെയുള്ള ജനതകൾക്ക് വേണ്ടി ഹെൽപ്പ് അല്ലെ ഫണ്ട് അവർ രൂപീകരിച്ചു, അവരെ പല പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിമാൻഡഡ് എ റിഡക്ഷൻ ഓഫ് വർക്കിംഗ് ഹവേഴ്സ്. ഫാക്ടറിയിലുള്ള വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ കുറയ്ക്കുക. പിന്നെ അവരുടെ ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും വോട്ടവകാശം എല്ലാവർക്കും നൽകുക എന്നതായിരുന്നു സോഷ്യലിസ്റ്റ് ഐഡിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ജർമ്മനിയിൽ എന്താ സംഭവിച്ചത്? ദിസ് അസോസിയേഷൻസ് വർക്ക്ഡ് ക്ലോസ്ലി വിത്ത് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി. അവിടെ ഒരു ജനതകൾ രൂപീകരിച്ച ഓർഗനൈസേഷൻ ആരുമായിട്ട് സഹകരിച്ചിട്ടായിരുന്നു? വിത്ത് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് ഹെൽപ്ഡ് ഇറ്റ് വിൻ പാർലമെന്ററി സീറ്റ്. അങ്ങനെ അത് എന്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്? അത് കുറെ പാർലമെന്ററി സീറ്റ്സ് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ. ജർമ്മനിയില്. ഓക്കെ. അപ്പോ 1905 എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്? ഈ സോഷ്യലിസ്റ്റ് ആൻഡ് ട്രേഡ് യൂണിയനിസ്റ്റ് ഫോംഡ് എ ലേബർ പാർട്ടി ഇൻ ബ്രിട്ടൻ ആൻഡ് എ സോഷ്യലിസ്റ്റ് പാർട്ടി ഇൻ ഫ്രാൻസ്. ഈ 1905 ആ ഒരു വർഷത്തില് ഈ സോഷ്യലിസ്റ്റുകളും അതേമാതിരി ട്രേഡ് യൂണിയൻ വർക്കേഴ്സും കൂടെ എന്ത് ഫോം ചെയ്തു? ലേബർ പാർട്ടി ഫോം ചെയ്തു. എവിടെയൊക്കെ? ഏത് രാജ്യങ്ങളിലാണ്? ബ്രിട്ടനിലും ഫ്രാൻസിലും അല്ലെ. ബ്രിട്ടനിൽ ഒരു ലേബർ പാർട്ടി ഫോം ചെയ്തു, ഫ്രാൻസിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയും ഫോം ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് the socialist set up funds to help the members in times of distress and demanded a reduction of working hours and their right to vote. And next in Germany, this association worked closely with the party? Social Democratic Party, the short form SPD, and helped to win the parliamentary seats also. And in 1905, socialist and trade unionist formed a labor party in which country? It is in Britain. And socialist party, and they formed socialist party in which country? It is in France. അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. However, till 1914 അല്ലെ 1914 അതിന്റെ അവസാനം വരെ സോഷ്യലിസ്റ്റ് നെവർ സക്സീഡഡ് ഇൻ ഫോമിങ് എ ഗവൺമെന്റ് ഇൻ യൂറോപ്പ്. അങ്ങനെ യൂറോപ്പിലെ ഈ സോഷ്യലിസ്റ്റുകൾക്ക് 1914 വരെ അവരുടേതായിട്ടുള്ള ഒരു സർക്കാർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്ത് പരിതാപകരം അല്ലെ. ആൻഡ് represented by strong figures in parliamentary politics. Okay, their ideas did shape legislation,
but governments continue to run by conservatives, liberals and radicals. അവരുടെ പല ഐഡിയാസും ലെജിസ്ലേഷൻ ബേസ്ഡിൽ സക്സീഡ് ചെയ്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെന്റ് ഇതുവരെ വന്നിട്ടില്ല. ആ ഗവൺമെന്റ് ഒക്കെ ആരുടെ ഇതിലെ റെസ്പോൺസിബിലിറ്റിയിലായിരുന്നു കടന്നുപോയത്? ഇറ്റ് ഈസ് ബൈ കൺസർവേറ്റീവ്സും ലിബറൽസും റാഡിക്കൽസിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് അവിടെ ഗവൺമെന്റ് രൂപീകരിച്ചത്. ഈ സോഷ്യലിസ്റ്റ് വ്യക്തികളെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗവൺമെന്റ് വന്നിട്ടേ ഇല്ല എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. However, till 1940, socialists never succeeded in forming a government in Europe, and represented by strong figures in parliamentary politics. Their ideas had എന്ന് വെച്ചാൽ അവിടെ കുറെ ഇവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറെ മെമ്പേഴ്സ് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ നേതൃത്വത്തിൽ എന്നാണ് പറയുന്നത്. കുറെ ഐഡിയൽസ് ഇവരുടെ നേതൃത്വത്തിൽ ഉള്ളത് ലെജിസ്ലേഷനിൽ ഫോം ചെയ്യാൻ സഹായിച്ചെങ്കിലും അല്ലെ, കുറെ ഐഡിയൽസ് ഇവരുടെ ഐഡിയൽസ് അവിടെ പാർലമെന്റിലെ ലെജിസ്ലേഷൻ ഫോം ചെയ്യാൻ സഹായിച്ചെങ്കിലും അവരുടേതായിട്ടുള്ള ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആരുടെ നേതൃത്വത്തിൽ മാത്രമാണ് സർക്കാർ ഫോം ചെയ്യാൻ കഴിഞ്ഞത്? ഇറ്റ് ഈസ് കൺസർവേറ്റീവ്സ്, ലിബറൽസ്, റാഡിക്കൽസ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതില് പറഞ്ഞത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? സോഷ്യലിസം അല്ലെ, സോഷ്യലിസത്തിന്റെ പറഞ്ഞു അല്ലെ. ഓക്കെ, നോക്കുക. കമ്മിങ് ഓഫ് സോഷ്യലിസം ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലെ. ബൈ ദ മിഡ് 19th century ഇൻ യൂറോപ്പ് അല്ലെ, 19th centuryന്റെ തുടക്കത്തില് ഈ സോഷ്യലിസം എന്നൊരു സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആയിട്ട് കുറെ ആളുകളുടെ അറൈവൽ ആയിരുന്നു അല്ലെ, വരവായിരുന്നു. അത് അവിടെയുള്ള രാജ്യത്തിലെ മൊത്തമായിട്ട് അത് അട്രാക്ട് ചെയ്യുകയും ചെയ്തു. അവരുടെ ഐഡിയൽസ് അല്ലെ, അവര് ഈ ഒരു വ്യവസായിക സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു. അവിടെയുള്ള വർക്കേഴ്സ് അനുഭവിക്കുന്ന യാതനകളെ സപ്പോർട്ട് ചെയ്യില്ലേ, യാതനകളെ അവരുടെ ഐഡിയൽസ് ആയി കണ്ട് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തവരായിരുന്നു ആര്? സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അവരുടെ ലാഭത്തിന് മാത്രമാണ്, അവിടെയുള്ള ഓണേഴ്സിന്റെ ലാഭത്തിന് മാത്രമാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയല്ല എന്നും ഈ സോഷ്യലിസ്റ്റുകൾ പറയുന്നുണ്ട്. പിന്നെന്താണ് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് ആര്? റോബർട്ട് ഓവൻ അല്ലെ. അതിന്റെ പേരായിരുന്നു എന്ത്? ന്യൂ ഹാർമണി. അത് എവിടെയാ ഫോം ചെയ്തത്? USA അല്ലെ, ഇന്ത്യാന എന്ന സ്ഥലത്തായിരുന്നു. ഓക്കെ, സോഷ്യലിസ്റ്റുകൾ വേറൊരു കാര്യം ഇതാക്കിയതെന്ന് വെച്ചാല് ഈ കോപ്പറേറ്റീവ് എന്നുള്ള ഒരു ഐഡിയല് കൊണ്ടുവരണമെങ്കിൽ അതൊരു ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ പോരാ, അവിടെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ഫ്രാൻസില് ലൂയിസ് ബ്ലാങ്ക് ആണ് പറഞ്ഞത് അവിടെ ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് എന്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ലൂയിസ് ബ്ലാങ്ക്? ഈ ഒരു കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യണം. എന്തിനു സപ്പോർട്ട് ചെയ്യണം? എന്നിട്ട് ആരെ അവിടെ ഒഴിവാക്കണം എന്നാ പറയുന്നത്? ഈ ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസിനെ ഒഴിവാക്കണം എന്ന് പറയുന്നു. പിന്നെ ദിസ് കോപ്പറേറ്റീവ്സ് വേർ ടു ബി അസോസിയേഷൻ അല്ലെ, ഈ കോപ്പറേറ്റീവ്സ് എന്താണ്? കൂട്ടത്തോടെ നിന്നിട്ട് ഈ വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഇല്ലേ, അത് അവരുടെ ഇടയിൽ തന്നെ ഓരോരുത്തർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനനുസരിച്ച് തന്നെ അവർക്ക് ഈക്വൽ ഷെയർ കൊടുക്കണം എന്നാണ് ഈ കോപ്പറേറ്റീവ്സിന്റെ ഐഡിയൽസ് എന്ന് പറയുന്നത്. പിന്നെ വന്ന സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ആണ് ആരൊക്കെ? കാൾ മാക്സും ഫ്രെഡറിച്ച് ഏഞ്ചൽസും അല്ലെ. അവരെ മാർക്സിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് മെയിൻലി ക്യാപിറ്റൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നതാണ് പറയുന്നത് അല്ലെ. പിന്നെ അവിടെ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിന്റെ അവസ്ഥയെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാല് ഈ പ്രോഫിറ്റ് കൂടിക്കൂടി വരുന്നുണ്ട് വ്യവസായ സ്ഥാപനങ്ങളിൽ, പക്ഷേ ഇവരുടെ വർക്കിംഗ് കണ്ടീഷൻസിലെ ഈ വർക്കേഴ്സിന് അവിടെ പണിയെടുക്കുന്ന വർക്കേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് അല്ലെ. പിന്നെ അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അല്ലെ പീഡനങ്ങള്, യാതനകള് ഈ വർക്കേഴ്സ് അവിടെ അനുഭവിക്കുന്നുണ്ട്. അവരോട് പറയാണ് ഇതിനെതിരെ പൊരുതാൻ വേണ്ടി ആണ് ആര് പറയുന്നത്? കാൾ മാക്സ് പറയുന്നത് അല്ലെ. ഇത്തരം ക്യാപിറ്റലിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത്തരം പ്രൈവറ്റ് പ്രോപ്പർട്ടി റൂൾ ചെയ്യുന്ന ആളുകളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ആരുടെ വരവ്? കാൾ മാക്സിന്റെ വരവ് അല്ലെ. പിന്നെ മാർക്സ് ബിലീവ് ചെയ്യുന്ന വേറൊരു ഐഡിയൽസ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഫ്രീ ദംസെൽസ്, സ്വതന്ത്രരാവുക അല്ലെ, ഇത്തരം എക്സ്പ്ലോയിറ്റേഷൻ നിന്ന് സ്വതന്ത്രരാവുക. പിന്നെ
എല്ലാ പ്രോപ്പർട്ടിയും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് കൊടുക്കുക, സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പവർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അല്ലെ. പിന്നെ അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്തത്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ പിന്നെയാണ് സോഷ്യലിസത്തിന്റെ പറഞ്ഞു 1870s ആയപ്പോ സോഷ്യലിസ്റ്റ് ഐഡിയാസ് യൂറോപ്പിൽ ഫുള്ളായിട്ട് ഫോം ചെയ്തു. അവിടെ അവർ ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് സെക്കൻഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു. അങ്ങനെ വർക്കേഴ്സ് ഇൻ ഇംഗ്ലണ്ടിലുള്ള വർക്കേഴ്സും ജർമ്മനിയിലുള്ള വർക്കേഴ്സും കൂട്ടായിട്ട് ഒരു അസോസിയേഷൻസ് ഫോം ചെയ്തു. എന്തിനെതിരെ? ഫോർ ബെറ്റർ ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ ഈ സോഷ്യലിസ്റ്റുകള് ഫണ്ട് രൂപീകരിച്ചു അല്ലെ. എന്ന് വെച്ചാൽ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെന്താണ്, ഇത്തരം വർക്കിംഗ് ഹവേഴ്സ് അല്ലെ, ഫിക്സഡ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ഇല്ലാത്ത ഫാക്ടറികളില് അതിനെ കുറച്ചു കൊണ്ടുവരാനും ആളുകൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് മുൻപന്തിയിൽ നിന്നത്. ജർമ്മനിയില് ഇത്തരം ആളുകള് കുറെ കൂട്ടായ്മ ഫോം ചെയ്തുണ്ടാക്കിയ പാർട്ടിയാണ് അല്ലെ. ജർമ്മനിയിൽ കുറെ ആളുകള് ഏത് പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നത്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് അവര് ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. അങ്ങനെ അവർ കുറെ പേര് അവിടെ പാർലമെന്ററി സീറ്റ്സ് ഉറപ്പിച്ചു അല്ലെ. അങ്ങനെ 1905 ആകുമ്പോൾ സോഷ്യലിസ്റ്റുകളും ഈ ട്രേഡ് യൂണിയനിസ്റ്റും ഒരു ലേബർ പാർട്ടി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ബ്രിട്ടനിലും ഫ്രാൻസിലുമായിട്ട് ലേബർ ആൻഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ 1940 ആയപ്പോ എന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റുകൾക്ക് 1914 ആ വർഷമായപ്പോ ഒന്നും അവർക്ക് ഒരു സ്വന്തമായിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ മെമ്പേഴ്സ് അവിടെ പാർലമെന്റിൽ ഇരുന്ന് മീറ്റിംഗിൽ അവരുടെ എന്ന് വെച്ചാൽ അവരിലുള്ള ആളുകൾക്ക് വേണ്ടി പൊരുതാൻ അവർക്ക് കഴിഞ്ഞു. പല രീതിയിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. അപ്പൊ ഇത്തരം സോഷ്യലിസം എന്നൊരു കോൺസെപ്റ്റിന്റെ ഐഡിയൽസും കാൾമാക്സിന്റെ പല രീതിയിലുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റും അല്ലെ, ക്യാപിറ്റൽ എന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അടുത്ത സെഷനിൽ കുറച്ചും കൂടെ ഈ ഒരു കോൺസെപ്റ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.